ഇവരൊക്കെ ബീച്ചിലൊക്കെ അർമാദിക്കുകയാണ്. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മുടെ സൂപ്പർ ഡൂപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അറിയാം, ഹൈദരാബാദ് സീരീസ് ഉണ്ട്, കേരള സീരീസ് ഉണ്ട്, ഫുഡ് സീരീസ് ഉണ്ട്, ഹൈദരാബാദ് ഫുഡ് സീരീസ്, കേരള ഫുഡ് സീരീസ്, അങ്ങനെ ഒരുപാട് ഫുഡ് സീരീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മാക്സിമം യാത്രയിൽ പുതിയൊരു സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ സീരീസ് പ്രത്യേകതയാണ് ആ സ്ഥലത്തിന്. കാരണം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ഇനി ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഇപ്പം മുതൽ ടൂറിസത്തിന് ഭയങ്കര ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതൊരു സ്ഥലമല്ല, അതൊരു ദ്വീപ് എന്ന് പറയാം. ദ്വീപ് എന്ന് പറയുമ്പം ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. സൂപ്പർ ഡ്യൂപ്പർ യൂട്യൂബ് ചാനലിൻ്റെ ഇനി വ്ളോഗ് സീരീസ് കുറച്ച് ദിവസം ലക്ഷദ്വീപായിരിക്കും. ലക്ഷദ്വീപ് പോകുന്ന രണ്ട് രീതിയിൽ പോകാം. ഒന്ന് ഫ്ലൈറ്റിൽ പോകാം, രണ്ടാമത് ഷിപ്പിൽ പോകാം. നമ്മളെങ്ങനെ പോകുന്നത് വെച്ചാൽ ഷിപ്പിലാണ് പോകുന്നത്. സോ നമ്മൾ പോകാൻ പോകുന്ന ഷിപ്പാണ് ദേ കിടക്കുന്നുണ്ടോ. ഇതാണ് നമ്മൾ പോകാൻ പോണ MV കോറൽ ഷിപ്പ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെൻറ്റില്ല. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഷിപ്പിൽ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല. ആ ഷിപ്പ് കടൽ നമ്മൾ 2 ദിവസം എടുക്കും. 2 ദിവസം നമ്മൾ പോകുന്ന കവറത്തി ഐലൻഡിലാണ്. എല്ലാ വിശേഷങ്ങളും നമ്മൾ വരും. നമ്മളെ കൂടെ ആൾക്കാരുണ്ട്, ഗായത്രിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഷിപ്പിൻ്റെ അകത്ത് പോയി കുറച്ച് സെറ്റിൽ ചെയ്യാൻ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിനായിട്ട് ഗായത്രി പോയിട്ടുണ്ട്. ഞാനിവിടെ എങ്ങനെയാണ് വന്നത്, നിങ്ങൾക്ക് ഇനി എങ്ങനെ വരാം, എങ്ങനെയാണെന്നൊക്കെ എല്ലാം വിശദമായിട്ട് പറയാം. സോ നമ്മൾ ലക്ഷദ്വീപ് വെബ് സീരീസ് അല്ലല്ലോ, നമ്മുടെ ലക്ഷദ്വീപിൻ്റെ യൂട്യൂബ് സീരീസ്, സൂപ്പർ ഡ്യൂപ്പറിൻ്റെ യൂട്യൂബ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഷിപ്പ് ഇതാ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് ലക്ഷദ്വീപിലേക്ക് പോകാൻ തന്നെ കണ്ടോ വേറൊരു ഷിപ്പ് നിൽക്കുന്നുണ്ട്. ലഗൂൺ, MV ലഗൂൺസ് എന്ന് പറഞ്ഞ ഷിപ്പാണ്. അതും ഒരു രക്ഷയില്ലാത്ത വലിയ ഷിപ്പാണ്. നമുക്കിവിടെ എനിക്കറിയില്ല, ക്ലിയർ ചോദിച്ചിട്ട് പറയണം. MV കോറൽസ്, പിന്നെ ലഗൂൺസ്, പിന്നെ വേറൊരു ഷിപ്പും കൂടിയുണ്ട്, കവറത്തി. അതാണ് ഏറ്റവും വലിയ ഷിപ്പ്. ഷിപ്പിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ പോകണം. അപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളും ഷിപ്പ് എങ്ങനെ, ഷിപ്പ് എന്താ എന്നൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. സോ ഇതിൽ ആർക്കൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയാം. ഷിപ്പ് കയറിയിട്ടുണ്ടാവും. സോ നിങ്ങൾ ഏത് ഷിപ്പിലാണ് പോയത്, നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്കൊന്ന് ഷിപ്പ് ഉള്ളിൽ പോയി എല്ലാം കാണാം. നമ്മളിപ്പോൾ ഇതാ ഷിപ്പിൻ്റെ ഉള്ളിൽ കയറുവാണ്. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറിക്കൊണ്ടിരിക്കണം. രക്ഷയുടെ ചൂടാണ്, ക്ലൈമറ്റ് ഒരു പൊളിയാണ് സൺ. സോ നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് എൻട്രി ആയി. കൂടെ നിറയെ ഷിപ്പ് പുറത്ത് നിന്ന് കാണിക്കാൻ പറ്റില്ല, ഷിപ്പിൻ്റെ ഇൻറ്റീരിയർ കാണിക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. എൻ്റെ ഒരു ഐഡിയയിൽ നമുക്ക് ലക്ഷദ്വീപിൽ നല്ല വെയിലുണ്ട് ഈ സമയം. ഇവിടെ തന്നെ രക്ഷയില്ലാത്ത വെയിലാണ്. മാക്സിമം ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇനി എടുക്കാം. കപ്പലിൻ്റെ ഇൻറ്റീരിയർ പരിചയപ്പെടാം. അതെ, ഓരോ ഇതെടുത്ത് സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മൾ സെക്കൻഡ് ക്ലാസ്സാണ് ബുക്ക് ചെയ്തിങ്ങനെ. ആ ബുക്കിംഗ് ഡീറ്റെയിൽസും നമ്മുടെ ഇതെല്ലാം പറയാം. ഓക്കെ, രക്ഷയില്ലാത്ത എക്സൈറ്റിലാണ്. എവിടെയാടാ? അങ്ങനെ നമുക്ക് നമ്മുടെ റൂം കാണാം. ഇതാണ് കോറിഡോർ. നമ്മളിങ്ങനെ കയറി വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പടി ഇങ്ങനെ കയറി വന്നിട്ട് നമുക്ക് നമ്മുടെ റൂം കാണാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെക്കൻഡ് ക്ലാസ് ഇതാ ബുക്ക് ചെയ്തിരിക്കണേ. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, നമ്മൾ 4 പേരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കസിൻസ് ഉണ്ട്, കസിനും വൈഫും ഉണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. സോ ഇവിടെ 4 പേർക്കുള്ള ബെഡ് റെഡിയാണ്. നല്ല അടിപൊളി ബെഡാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് കപ്പലിൽ ഉറങ്ങുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ആ ഓളം ഉണ്ടല്ലോ, വേവിലെ, അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം. പിന്നെ നമുക്കിവിടെ അടിപൊളിയാണ്. ഇത് എല്ലാം ഫുൾ സെറ്റപ്പും ഉണ്ട്. കബോർഡ് ഉണ്ട്. സോ കബോർഡ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു വീട് പോലെ എന്ന് പറയാം, ചെറിയൊരു സ്റ്റുഡിയോ, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ. അതെ, റൂം, കബോർഡ് സെറ്റ് ഉണ്ട്. ഇവിടെ വന്നാൽ ബാത്റൂം ഉണ്ട്, കണ്ടല്ലേ, ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് ബാത്തിങ് പരിപാടി എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിതാ ഒരു ഹാൾ പോലത്തെ ചെറിയൊരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോ വയ്ക്കാം, നല്ല സീ വ്യൂ, അടിപൊളിയാണ്. നമുക്കിപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന മറൈൻ ഡ്രൈവാണ്. ഇപ്പോൾ നമ്മൾ ഷിപ്പിന് ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചത് ലഗൂൺ എന്ന് പറഞ്ഞ ഷിപ്പ്. ആ ഷിപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഷിപ്പിന് മുമ്പേ അത് പോവുകയാണ്. അത് ലക്ഷദ്വീപിലോട്ടാണ്. അതിൻ്റെ
അതിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യണ കാണാം. കണ്ടോ, അതാണ് ലഗൂൺ ഷിപ്പ്, കാണുന്നുണ്ടോ? വേറെ എനിക്കതിൻ്റെ പേരറിയില്ല. വേറൊരു ബോട്ടിന് എന്താ പറയുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ വലിച്ച് ഇങ്ങോട്ട് മുന്നിലോട്ട് വലിച്ച് നീക്കുന്നുണ്ട്, ഇച്ചിരി ആഴത്തിലോട്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കവറാത്തി ഐലൻഡിലാണ് പോണേ. അവിടെ പോയിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ ടൂറിസം ഏജൻറ്റ് വഴി ഒന്നുമല്ല വന്നേ. എൻ്റെ കസിനുണ്ട്, പുള്ളിക്കാരൻ്റെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ വരാം, അതിൻ്റെ പെർമിറ്റ് എങ്ങനെ, ഡീറ്റെയിൽസ്, ടിക്കറ്റ് റേറ്റ് എങ്ങനെ, എല്ലാം നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. കുറേ സീരീസ് വ്ളോഗ് ഇതിലോട്ട് പോകും, ലക്ഷദ്വീപിലോട്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ തിരിച്ചു പോലെ ടിക്കറ്റ് എടുത്തിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. വേറെ ഐലൻഡിലേക്ക് പോകാൻ പറ്റുമോ അറിയില്ല, അതിന് ഒരുപാട് പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നോക്കാം, നമ്മളെല്ലാം പരീക്ഷ നടത്തിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ലഗൂൺ ഷിപ്പ് യാത്രയാവല്ലേ, നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഷിപ്പിലെ പേപ്പർ പ്രൊസീജിയേഴ്സും ബാക്കി ലഗേജൊക്കെ സേഫ് ആക്കിയിട്ട് ഗായത്രി വന്നു. കഴിഞ്ഞ 1-2 വീഡിയോ ഗായത്രി കണ്ടില്ല എന്നൊക്കെ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു. സോ നമ്മുടെ ലക്ഷദ്വീപ് വീഡിയോസിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ ഒരുപാട് ഗായത്രി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗായത്രിയോട് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഷിപ്പിൽ എക്സൈറ്റഡ്, എങ്ങനെയാണ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹലോ, അപ്പം നമ്മൾ ഒത്തിരി ദിവസമായി കണ്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ അതുപോലെ പുതിയൊരു സീരീസുമായിട്ട് വന്നേക്കാണ്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാമല്ലോ, ഷിപ്പിലാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം ലക്ഷദ്വീപാണ്. വലിയൊരു ഡ്രീമാണ് ലക്ഷദ്വീപിലേക്ക് പോകാമെന്നത്. അത് മാത്രമല്ല, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഒരു ഷിപ്പ് ജേണിയാണ്. അപ്പം അതിലേക്ക് നിങ്ങളെയും കൂട്ടിയാണ്, കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മുടെ ലക്ഷദ്വീപ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഷിപ്പിലെ യാത്രയും നമ്മളെ കംപ്ലീറ്റ് ജേണിയിലോട്ട് നിങ്ങളെയും കൂട്ടാണ്. I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Tear it up like I'm Jason. I see the world like it's ready for the taking. I see this place. അപ്പോൾ നമ്മൾ ഷിപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ ഭയങ്കര ഡ്രീമാണ് ഈ പോകുന്ന ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഷിപ്പിലെ കാര്യങ്ങൾ ഫുള്ള് കവർ ചെയ്യാം. ഇവിടുത്തെ ഫുഡും പിന്നെ നമുക്ക് അകത്തെ വ്യൂസും, അത് മാത്രമല്ല ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള കംപ്ലീറ്റ് വ്യൂസും ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ സൺസെറ്റും ഈ വീഡിയോയിൽ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ജേണിയിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ കൂടെ ഉണ്ടാവണം. സോ അങ്ങനെ നമ്മുടെ ഷിപ്പ് എടുക്കാൻ സമയമായി. ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് കാണാൻ അടിപൊളി സംഭവമാണ്. ഒരുപാട് ആൾക്കാർ ഹാർഡ് വർക്ക് തന്നെയാണ് ഷിപ്പ് മൂവ് ചെയ്യുക എന്നത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഇത് അവിടെ കെട്ടിയിരിക്കുന്നുണ്ടോ, ഈ ഷിപ്പിനെ ഹോൾഡ് ചെയ്ത് കെട്ടിയിരിക്കുന്ന ആ റോപ്പൊന്ന് ചെയ്തേക്കുവാണ് കെട്ടി. അതിനെ റിലീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പുഷ് ചെയ്ത് ഇച്ചിരി ആഴത്തിലോട്ട് കപ്പലിന് ടേൺ ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തിരിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ടേൺ ചെയ്ത് നമ്മുടെ ആഴത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ്. ഒടുക്കത്തെ എക്സൈറ്റഡ് ആണ്. കാണുക വെച്ചാൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ഷിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഷിപ്പിൽ പോകുമ്പോൾ ഈ ഫോർട്ട് കൊച്ചി മറൈൻ ഡ്രൈവ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഒരുപാട് ഷിപ്പിൻ്റെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഷിപ്പിന് ഇന്ധനം നിറയ്ക്കുന്ന സ്ഥലവും അതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ സത്യം ഷിപ്പ് നിങ്ങൾ കണ്ടറിയണം. ആ ഫീല് അടിപൊളിയാണ്. ഇത് അങ്ങനെ കപ്പലെടുത്തതിൻ്റെ പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരു രക്ഷ. ഞാൻ പറഞ്ഞില്ല, എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കണുള്ളത്. കപ്പൽ പോയിക്കൊണ്ടിരിക്കുക, മൂവ് ചെയ്ത് മൂവ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ആഴക്കടലിലോട്ട് നമ്മുടെ ജേണി സ്റ്റാർട്ടായി. കണ്ടറിയുമെന്ന് എനിക്കറിയില്ല. രോമാഞ്ചം വരും എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. കാരണം വെച്ചാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. സോ ഈ ഗ്യാപ്പിൽ നമുക്ക് ഷിപ്പ് ഒന്ന് ചുറ്റിക്കാണാം. ഷിപ്പിൽ സേഫ്റ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ആക്സിഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ
അടിപൊളിയാണ് ആ സീനൊക്കെ. നമുക്ക് കാണാം. ഇതാണ് ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഷിപ്പിലെ ക്രെയിൻ. നമുക്കിവിടെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാം. ബൈക്കൊക്കെ ഞാൻ ലോഡ് ചെയ്യുന്നൊരു വീഡിയോ, ഒരു രക്ഷ അത് കാണാം. ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്രെയിൻ. പിന്നെ ഇതൊരു സ്റ്റോർ റൂമാണ്. ഇതേപോലെ ഒരുപാട് സ്റ്റോർ റൂം ഇതിനുള്ളിലുണ്ട്. ക്രെയിൻ പരിപാടി കാണണം, എൻ്റെ ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ടോ? ഇപ്പം നിങ്ങൾ കാണുന്നതുണ്ടോ? നമ്മുടെ ഷിപ്പിൽ ബൈക്ക് ലോഡ് ചെയ്യുന്നതാണ്. ഓ, രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ഏട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. കണ്ടോ? അത് ഷിപ്പിലോട്ട് ആക്കുന്നതുണ്ടോ? ഇതായിരിക്കുന്നത് നമുക്ക് സപ്പോസ് ഷിപ്പിന് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള കുറേ സെറ്റപ്പ് ഉണ്ട് ഇങ്ങനത്തെ. അതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു 6 പേഴ്സൺ പോകാൻ പറ്റിയ, രക്ഷപ്പെടാൻ പറ്റിയ ഒരു, ഇതിനെ ടെക്നിക്കലി എന്താ വരുന്ന വിളിക്കില്ല, ഞാൻ അതിനെ ബോട്ട് എന്ന് പറയാം. ഇതാണ്. ഇതാ കണ്ടത് നിങ്ങളുടെ ടാങ്ക് പോലെ റൗണ്ട് ഷേപ്പിൽ. ഇതിൻ്റെ പേരാണ് ലൈഫ് റാഫ്റ്റ്. ഇത് സപ്പോസ് ഇതും ഷിപ്പിൻ്റെ ആക്സിഡൻ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ ഇത് കടലിനുള്ളിൽ പോയിട്ട് മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്ത് വരും. ഇത് കിടിലോ, എന്നെ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിനുള്ളിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് വന്ന് ഇതൊരു ടെൻറ്റ് സെറ്റപ്പ് ആവും. ടെൻറ്റ് വരെയായിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഫുഡും ബാക്കി കാര്യങ്ങളും കുറച്ച് ദിവസം വേറെ നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഷിപ്പോ ബോട്ടോ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നവരെ നമുക്ക് പിടിച്ചിരിക്കാന്നുള്ള കുറേ പരിപാടികളൊക്കെയാണ് ഇതൊക്കെ. ഇത് ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിലൊക്കെ സെറ്റ് ചെയ്യണത് തന്നെ. ഇതാ കണ്ടില്ലേ, ഇതും അതേപോലെ നമുക്ക് സർവേ ചെയ്യാനും രക്ഷപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സീരിയസ്ലി ടെക്നിക്കലി വലുതായിട്ട് പറയാൻ അറിയില്ല. അങ്ങനെ നമ്മൾ ഷിപ്പ് എടുക്കുന്ന പ്രോസസ്സ് നിങ്ങൾ കണ്ടു, അടിപൊളിയല്ലേ? ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാം, ഡിന്നർ കഴിക്കാൻ വന്നേക്കാണ്. ഡിന്നർ എന്തൊക്കെയാണ് നമുക്ക് അകത്ത് പോയി നോക്കാം. അതെ, ഇല്ല ഞാൻ ആയതുകൊണ്ട് പുറത്തേക്കാണ് ഞാൻ അന്വേഷിച്ചപ്പം ബിരിയാണി ഉണ്ട്, പിന്നെ ചോറും ചിക്കൻ കറി ചപ്പാത്തി അങ്ങനെ എന്തോ നമുക്ക് അകത്ത് പോയി നോക്കാം. വേറെ കോമഡി പറയട്ടെ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഷിപ്പ് എടുത്ത് മൂവ് ചെയ്യുമ്പോൾ ചെറിയതായിട്ടൊന്ന് തലറങ്ങുന്ന പോലെ. നന്ദുവാണ് പറഞ്ഞത്, എനിക്ക് തോന്നിയില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഒരു വേവ് ഉണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കറങ്ങി നിൽക്കുന്ന പോലെ ചെറിയ ഫീൽ ഉണ്ട്. നല്ല പോലെ ഉണ്ട്. കാണാം സീയുടെ എക്സ്പീരിയൻസ് ഒക്കെ കാണാം. ഓക്കെ, ഇപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ പറയുന്നതായിട്ട് സീ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുക, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഓളമൊക്കെ ഫീൽ ചെയ്യുന്ന പറഞ്ഞിരിക്കണം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇവിടെ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ് ഷിപ്പിൽ ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ബിരിയാണി അവിടെ ആദ്യം ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് ഞാൻ ഭയങ്കര ഷൂട്ട് ചെയ്യില്ല, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ പ്രൈവസിയൊക്കെ എന്തിനാ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കുഴപ്പമില്ല. സോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ബിരിയാണി പർച്ചേസ് ഇവിടെ ബില്ലടച്ചിട്ടുണ്ട്. ഇനി ബിരിയാണി പോയി എടുക്കണം, കഴിക്കണം. ബോർഡിൽ ഇങ്ങനെ ആടി ഒരു ഓളത്തി കഴിക്കണേ, അതൊരു രസമുള്ള പരിപാടിയാണ്. സോ അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കില്ല, ബിരിയാണി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇവിടെ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ഡാൾ കറി ഉണ്ട്, പിന്നെ പയർ കറി ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് വിശദമായി കാണിക്കാം. സോ നമ്മൾ ചോറും ചപ്പാത്തിയിലും തീർക്കാൻ വിചാരിച്ചു. രാത്രിയല്ലേ, ഷിപ്പിലല്ലേ, ലൈറ്റ് ഫുഡ് ആവട്ടെ എന്ന് വിചാരിച്ചു. എന്നൊക്കെ അങ്ങ് ഫുഡ് റിവ്യൂ ചെയ്ത് ഇങ്ങനെ ഞാൻ ഇപ്പം കഴിക്കുന്നവരെ കാണിക്കാണ്ട് അത്ര ഭയങ്കര സൂപ്പർ ഫുഡൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ഈസിലി വൈൻഡപ്പയാണ്. സോ നമുക്ക് അടുത്ത പരിപാടി പോവാം. അപ്പം നമ്മൾ കൊച്ചി ടു കവരാത്തി ഷിപ്പ് ജേർണിയുടെ ഫസ്റ്റ് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയുടെ ലെന്ത് ഇച്ചിരി കൂടിപ്പോയത് കാരണം ഞങ്ങൾ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് പാർട്ടിൽ അൻഡ്രൂത്ത് ഐലൻഡിൽ ഇറങ്ങാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അൻഡ്രൂത്ത് ഐലൻഡും അവിടുത്തെ ആൾക്കാരെയൊക്കെ സെക്കൻഡ് പാർട്ടിൽ പരിചയപ്പെടാം. ഇപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.